നന്മകൾ ചെയ്യുമ്പോൾ ലോകം നമ്മളെ അനീതിയോടുകൂടി തന്നെയായിരിക്കും കാണുക. പക്ഷെ നീതി എങ്ങൊന്നും കിട്ടുന്നുണ്ടാകില്ല. എന്ത് ചെയ്തു വന്നാലും ഒരിടത്തുനിന്നും നീതി കിട്ടാത്ത ചില സാഹചര്യങ്ങൾ നമുക്കുണ്ടാകാം. പക്ഷെ നമ്മളെ കാണുന്ന ഒരു പിതാവുണ്ട്. നമ്മുടെ ആ കഷ്ടങ്ങൾ ദൈവത്തിന് ഭയങ്കര മൂല്യമാണ്, വളരെ മൂല്യമാണ്. ആ ഒരു കഷ്ടത്തിലൂടെ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു തേങ്ങല്, ആ ഒരു കരച്ചില്, അത് ദൈവത്തിന് വലിയ മൂല്യമാണ്. മക്കളെ, നമ്മളെ ദൈവം കണ്ടിരിക്കുന്നു. ദൈവം നമ്മളോട് കൂടെയുണ്ട്. തിന്മ ചെയ്ത് ദോഷം ചെയ്ത് നമ്മൾ കഷ്ടപ്പെടുന്നതിനേക്കാൾ, അല്ലെ അതിന്റെ ഒരു ശിക്ഷ അനുഭവിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നമ്മൾ നന്മ ചെയ്തിട്ട് നമ്മൾ കഷ്ടം അനുഭവിച്ചു കഴിഞ്ഞാൽ ദൈവം നമുക്കൊപ്പം ഉണ്ട് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നത്. നന്മ ചെയ്യുമ്പോഴുള്ള ആ ഒരു കഷ്ടം നമ്മളെ ആത്മീയ മഹത്വത്തിലേക്ക്, ആത്മീയതയുടെ അടുത്ത തലങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുകയാണ്. യോഹന്നാൻ 16:33 പറയുന്നത് പോലെ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ആ ലോകത്തെ ജയിച്ചവനായിട്ടുള്ള ഒരു കർത്താവ് നമുക്കുണ്ട്. ക്ഷീണിച്ച് മടുത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കാം. ആ നിന്ദയും പരിഹാസവും അടിയും തുപ്പും ചവിട്ടും പീഡനങ്ങളും ഒക്കെ സഹിച്ചുകൊണ്ട് നമുക്ക് വേണ്ടിയിട്ട് മരിച്ച് ഉയർത്തെഴുന്നേറ്റൊരു യേശുക്രിസ്തു ഉണ്ട്. അതുകൊണ്ട് തന്നെ കഷ്ടങ്ങൾ വരുമ്പോൾ ഭാരപ്പെടണ്ട. മറ്റുള്ളവർ നമ്മളെ അപമാനിക്കുമ്പോൾ, നമ്മുടെ വീട്ടിലെ സ്ഥിതികൾ ആലോചിച്ച്, വീട്ടിലത്തെ പരിസ്ഥിതികൾ കണ്ടിട്ട് ചിലർ നമ്മളെ അപമാനിക്കുമ്പോൾ, ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തുമ്പോൾ വേദനിക്കേണ്ട. ഈ ലോകത്തിലെ ഏറ്റവും വലിയ വേദന എന്താണെന്നറിയോ? ദൈവമക്കൾക്കറിയൂ? എനിക്കറിയാം. ലോകത്തിലെ ഏറ്റവും വലിയ വേദന നമ്മളെ രണ്ടായി പിളർക്കുമ്പോഴുള്ള വേദനയെക്കാളും വലിയ വേദനയാണ് നമ്മുടെ തിരസ്കരണം. നമ്മളെ തിരസ്കരിക്കുക, നമ്മളെ ഒഴിവാക്കുക, നമ്മളെ ഒറ്റപ്പെടുത്തുക. നമ്മുടെ ആ മനസ്സിന്റെ ആ വേദന ഒന്ന് ആലോചിച്ച് നോക്കിയേ. എല്ലാരും ഒറ്റപ്പെട്ട് ആരും കൂടെ നിങ്ങളിലേക്ക് യേശുക്രിസ്തുവിന്റെ സ്നേഹം യേശു തരാൻ വേണ്ടിയിട്ട് തയ്യാറാണ്. അപ്പൊ ക്രിസ്തുവിന് വേണ്ടിയിട്ട് നിങ്ങൾ നിൽക്കാൻ നിങ്ങൾ തയ്യാറാകണം. ആ വേദനിക്കുന്ന ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടോ? തിരസ്കരിക്കപ്പെട്ട്, എല്ലാവരാലും ഒഴിവാക്കപ്പെട്ട്, ഒറ്റപ്പെട്ട്, എനിക്കാരുമില്ല, എനിക്ക് ഈ ലോകത്തിൽ സ്നേഹിക്കാൻ ആരുമില്ല എന്ന് തേങ്ങുന്ന ഒരു ഹൃദയം ഉണ്ടോ? അവിടെ നിങ്ങളെ യേശുക്രിസ്തു സ്നേഹിക്കുന്നുണ്ട്. ഒരു സഹോദരി എന്നോണം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. അപ്പൊ ദയവായിട്ട് വിളിക്കാം, സംസാരിക്കാം. സ്തോത്രം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പക്ഷെ എന്റെ കഷ്ടങ്ങളിൽ എന്റെ പിതാവ് കഴിഞ്ഞ ആഴ്ചയില് കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി ഏറ്റെടുത്തപ്പോൾ ഉണ്ടായ ആ ഒരു സന്തോഷം, ആ ഒരു സമാധാനം മറ്റെവിടെ കിട്ടും? എന്റെ സഹോദരി എന്നോട് പറഞ്ഞത്, ചേച്ചി ചർച്ചിലിരുന്നപ്പോ നമുക്ക് നഷ്ടപ്പെട്ടു പോയത് എന്തോ തിരിച്ചു കിട്ടുമ്പോൾ ഒരു ഭയങ്കര ഒരു സന്തോഷമായിരുന്നു ഹൃദയത്തിലെന്ന്. അതുപോലെയാണ് നമ്മുടെ കുടുംബത്തിൽ അനേകരുണ്ട്, നമ്മളെ വല്ലാണ്ട് വേദനിപ്പിച്ചവർ, വല്ലാണ്ട് നമ്മളെ ഇല്ലാണ്ടാക്കി കളഞ്ഞവർ. അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കൂ. നിങ്ങളും പ്രാർത്ഥിക്കൂ. ദൈവം ഒരു അത്ഭുതമായിട്ടുള്ള അടയാളങ്ങളെ അവിടെ തരും. സർവേശ്വരനെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് കമന്റ് ഒക്കെ തന്നുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അനേകരിലേക്ക് വീഡിയോകൾ എത്തട്ടെ. എനിക്ക് തോന്നുന്നു വീഡിയോകൾ ചെയ്ത് വന്നപ്പോൾ കൂടുതൽ ഇമ്പ്രൂവ് ആകുന്നുണ്ടെന്ന്. ഇമ്പ്രൂവ് ആകാൻ കാരണം മറ്റൊന്നുമല്ല, ദൈവമക്കളെ സംസാരിക്കുമ്പോൾ ലാഗ് ചെയ്യുന്നു എന്നൊക്കെ പല ദൈവമക്കളും പറയുണ്ടായി, ലാഗാവുന്നു എന്ന് പറയുന്നു. പറഞ്ഞതിന്റെ കാരണം മറ്റൊന്നുമല്ല, നേരത്തെ ഞാൻ ബിസിനസ് പരമായിട്ടുള്ള ട്രെയിനിങ്ങുകളും പ്രസംഗങ്ങളും ഒക്കെ ചെയ്യുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പലപ്പോഴും അന്നേരം ഇത് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ള വാക്കുകളും കാര്യങ്ങളും ചിന്തകളൊക്കെ ഇങ്ങനെ കുറെ അതിലേക്കും ഒക്കെ ഇങ്ങനെ ഡൈവേർട്ട് ആവുമായിരുന്നു തുടക്കത്തിലുള്ള വീഡിയോകൾ. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. പൂർണ്ണമായിട്ട് ക്രിസ്തുവിന്റെ വചനം പൂർണ്ണമായി പ്രസ്താവിച്ച് മുന്നേറുവാൻ വേണ്ടിയിട്ട് ദൈവം കൂടുതൽ തുണ നൽകുന്നു, കൃപ നൽകുന്നു. വീണ്ടും നമുക്ക് കാണാം. കർത്താവ് വരുവാൻ താമസിച്ചാൽ വീണ്ടും നമുക്ക് കാണാം. പുതിയ ദൂതുകൾ, പുതിയ വചനങ്ങളൊക്കെ ആയിട്ട് വരാം. വിഷമിക്കരുത്, സങ്കടപ്പെടരുത്. നിങ്ങളെ ദൈവത്തിന് വേണം. മറ്റാർക്കും വേണ്ടെങ്കിലും നിങ്ങളെ ദൈവത്തിന് വേണം. നിങ്ങളുടെ അവസ്ഥ എന്തും ആയിക്കോട്ടെ, എന്തവസ്ഥയിലും ആയിക്കോട്ടെ, എന്ത് ചെളിക്കുണ്ടിൽ കിടക്കുന്ന അവസ്ഥയായിക്കോട്ടെ, എന്ത് നാറുന്ന അവസ്ഥയായിക്കോട്ടെ, മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരല്ല പരിഹസിക്കാനും നിന്ദിക്കാനേ നിൽക്കത്തുള്ളൂ. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, കർത്താവിലേക്ക് വരൂ, കർത്താവിലേക്ക് വരൂ, കർത്താവിലേക്ക് വരൂ. അവിടെ പരിഹസിക്കത്തൊന്നും നിന്ദിക്കത്തൊന്നുമില്ല. ദൈവം നിങ്ങളെ ചേർത്തുകൊള്ളും. എല്ലാവരെയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ.